അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. CJPക്കാരുടെ പ്രൊട്ടസ്റ്റ് താൽക്കാലികമായിട്ട് അവസാനിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിലും അവസാനിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ കുറച്ചുകൂടെ നല്ലൊരു വേർഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ മൊത്തം നടക്കുന്ന ചില അലവിലികൾ, ചില ഡിസ്കഷനുകളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ ഒന്നാമത്തത്, ഈ സമരം പെട്ടെന്ന് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉപയോഗിച്ച ചില സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ രാജി അറിയിച്ച സമയത്ത് ആ കുറിപ്പിൽ ഹൈലൈറ്റ് ചെയ്ത ചില പ്രത്യേക കാര്യങ്ങളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പാർട്ടി നേതാക്കന്മാരുടെ വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ, അത് സുപ്രീം കോടതിക്കെതിരെയും ഈ പ്രൊട്ടസ്റ്റ് വിജയകരമായി എന്നുള്ളതിന്റെ ശേഷം അവർ ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം പേർലി മാണിയെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഗതി എന്താണെന്നുള്ളതും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നിലോട്ടും പോവാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഒറ്റയ്ക്ക് വന്ന് നിന്നാൽ കുലുങ്ങാവുന്നതേ ഉള്ളൂ ഇപ്പോഴും ഇവിടുത്തെ ഏത് എക്കോസിസ്റ്റവും എന്നൊക്കെയാണ് ഈ പ്രൈം മിനിസ്റ്ററുടെ ചില മൂവ്സിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഈ നാട്ടിലെ ജെൻസീനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സെൽഫി വീഡിയോസ് ഒക്കെ ചെയ്തു. അപ്പോൾ അതുവരെ മിത്രവും ഭായിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നുകൊണ്ടിരുന്ന പ്രൈം മിനിസ്റ്റർ പെട്ടെന്ന് ഫ്രണ്ട്സ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ടൈമിംഗ് അടിപൊളിയായിരുന്നു. രാത്രി 12 മണിക്കൊക്കെയാണ് അദ്ദേഹം ഈ റീല് അപ്ലോഡ് ചെയ്തത്. ആൻഡ് റീലിന്റെ സൈസിൽ തന്നെയൊക്കെയാണ് ഇപ്രാവശ്യം റീൽസ് അപ്ലോഡ് ചെയ്തത്. ആൻഡ് ഈ റീലുകളുടെ പ്രത്യേകത എന്നൊക്കെ പറയുന്നത്, ഇതുവരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് CJP പാർട്ടിക്ക് ഇത്ര മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവുന്നു, മറ്റതുണ്ടാവുന്നു, മറിച്ചുണ്ടാവുന്നു എന്നൊക്കെയാണ്. ഇദ്ദേഹത്തിന്റെ ഒറ്റ റീലിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, 24 മണിക്കൂറിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട റീലിന്റെ റെക്കോർഡ് പോലും ഇദ്ദേഹത്തിന്റെ റീല് തകർത്തു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ അതിന് ഒരു 400 മില്യണിലധികം വ്യൂസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ മെറ്റയുടെ കുറച്ച് ചുരുക്കുകളും കൂടെ അക്കൂട്ടത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറിയാണ്ട് അബദ്ധത്തിൽ മെറ്റയുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകൾ മുക്കപ്പെടുന്നു. എന്നിട്ട് വീണ്ടും ആ പോസ്റ്റുകൾ റീഅപ്പിയർ ചെയ്യപ്പെടുന്നു. എന്നിട്ട് മെറ്റ കണ്ട ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെറ്റയുടെ ബോർഡ് മെമ്പേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയോടുള്ള ഒരു സ്നേഹവും മമതയും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഈ ഒരു മോദിജിയുടെ റീലിന്റെ താഴെ എന്തൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അദ്ദേഹം വളരെ നൈസായിട്ട് ജെൻസീനെ കയ്യിലെടുത്തു എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ നമ്പർ ഭയങ്കര പെട്ടെന്ന് കൂടി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവൊക്കെ ആയിട്ട് അദ്ദേഹം മാറി. കൂട്ടത്തിൽ ജെൻസിയുടെ കമന്റുകൾ കാണണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിന്റെ താഴെ. ഒന്ന്, സ്കിൻ കെയർ റുട്ടീൻ ചോദിക്കുന്ന കുറെ പേരുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കഴുത്തിലിട്ടിരിക്കുന്ന സ്കാർഫും അതുപോലെ തന്നെ ഡ്രസ്സും ഭയങ്കര പിൻട്രസ്റ്റിംഗ് ആണ്. അപ്പം പാരൻസിന് അത് റെക്കമെൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഭയങ്കര ഫണ്ണായിട്ടുള്ളത് തൊട്ട് വളരെ വളരെ കാര്യമായിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഇദ്ദേഹത്തിന്റെ കമന്റ് സെക്ഷനിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതായത് CJP ഒക്കെ അവകാശപ്പെടുന്നതിനേക്കാട്ടിലും വളരെ ചെറിയ സ്പീഡിൽ ഇദ്ദേഹത്തിന്റെ നാട്ടിലെ ജെൻസീനെ കയ്യിലെടുത്തു എന്ന് പറയണതായിരിക്കും നല്ലത്. സോ അത്തരത്തിലുള്ള ചില സ്ട്രാറ്റജീസിൽ കൂടെ ഈ CJPയുടെ കുറെ അധികം സ്ട്രെങ്ത് ചോർത്തി ഈ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുക എന്നുള്ളതൊക്കെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടതും നിങ്ങൾ എയിം ചെയ്യേണ്ടതും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ്. രാഷ്ട്രീയം മറന്നു വെച്ചിട്ട് ഇവരുടെ സ്ട്രാറ്റജീസ് പഠിക്കുക, ഇവരെ പോലെയുള്ള ആൾക്കാരുടെ സ്ട്രെങ്ത് പഠിക്കുക, ഇവരെ പോലുള്ള ആൾക്കാരെ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പഠിക്കുക. അങ്ങനെ നല്ല നല്ല ആൾക്കാരെയും എയിം ചെയ്തിട്ട് ജീവിതത്തിൽ ഉയർച്ചയിലോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ജെൻസികൾ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ ലൂസേഴ്സാണ്. ലൂസേഴ്സ് കരഞ്ഞുകൊണ്ടേയിരിക്കും, ഉയർച്ചയിലോട്ട് പോകുന്നവർ ഉയർച്ചയിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ രാജ്യം അറിയിച്ചുകൊണ്ട് പറഞ്ഞ കുറിപ്പിൽ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അത് തന്നെയാണ് അഡ്രസ്സ് ചെയ്തത്. ഈ നീറ്റിനെതിരായിട്ടുള്ള ഈ ഒരു സമരം ഈ രാജ്യവിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഒരു നല്ല സ്റ്റേറ്റ്സ്മാൻ ആണ് എന്ന് ആളുകൾക്ക് പറയേണ്ടി വരുന്നത്. അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഇദ്ദേഹത്തിനോടുള്ള ചെറിയ ചില ബഹുമാനങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്, NEP പോലത്തെ ഈ നമ്മുടെ വിദ്യാഭ്യാസ രീതിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന, പൊളിച്ചെഴുതുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരാനായിട്ടുള്ള സകല അടവുകളും അദ്ദേഹം ചെയ്തു എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടത് വളരെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ പുറകിൽ നമ്മൾ വല്ലാണ്ട് പിന്നിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ എനിവേസ് അവർ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അതിന് ഞാൻ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല
ഇന്ത്യയിൽ ഇതുവരെ ഭരിച്ചിട്ടുള്ള മിനിസ്റ്റേഴ്സിൽ പലരിലും കാണാത്ത ഒരു സംഗതി ഈ മിനിസ്ട്രിയിലെ ചില മിനിസ്റ്റേഴ്സിനുണ്ട്, വിച്ച് ഇസ് അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത്. ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ക്രമക്കേട് നടന്നു എന്ന കാര്യം ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞതും ആ പരീക്ഷ റദ്ദാക്കിയതും പുതിയ പുനഃപരീക്ഷ നടത്താൻ തീരുമാനിച്ചതും നടത്തിയതും 1 മാസം കൊണ്ട് കുട്ടികൾക്ക് റിസൾട്ട് കൊടുത്തതും ആ റിസൾട്ട് വെച്ചിട്ട് അവരുടെ അഡ്മിഷൻ നടത്തിയതും ഒക്കെ ഈ പറയുന്ന മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ മിനിസ്റ്ററും തന്നെയാണ്. അപ്പം നല്ല വൃത്തിക്ക് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ്, നല്ല സകല റെസ്പെക്റ്റും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനും വേണം, അല്ലെങ്കിൽ ആ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയുന്നത് സത്യസന്ധമായിട്ട് പണിയെടുക്കുന്നവർക്ക് മാത്രമാണ്. അപ്പം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പം ഈ രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. നീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സമരം തുടങ്ങുന്നു. സമരത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ നമ്മൾ കേൾക്കുന്നത് ആസാദി മുദ്രാവാക്യങ്ങൾ, അതായത് കശ്മീരിലെ വിഘടനവാദികൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണത്. അത് മാത്രമല്ല, ഇവരുടെ കയ്യിലുള്ള വെപ്പൺസ്, അതായത് ഇവർ കല്ല് പറക്കി വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഇവർ പിടിച്ചു നടക്കുന്ന കൊടികളുടെയൊക്കെ അറ്റത്ത് മൂർച്ചയുള്ള ആണി വെച്ചിരിക്കുന്നു. ഡൽഹി പോലീസിനൊക്കെ ഇവർ ആക്രമിച്ച കാര്യങ്ങൾ, അവിടുത്തെ പൊതുമുതൽ നശിപ്പിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ചിലർ പോലീസിന് ഇവരുടെ പാൻറിന്റെ സിപ്പ് അഴിച്ചിട്ട് പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നത്. വളരെ വൃത്തിയുള്ള നീറ്റ് ആസ്പിറൻസ് ആയിരുന്നു ഇവർ എന്ന് ആരെങ്കിലും ന്യായീകരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടെയുള്ള വഴിക്ക് ഓടിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിവേസ് ഒക്കെത്തിനെയും അതത് സ്റ്റേറ്റിലെ പോലീസ് നല്ല വൃത്തിക്ക് സ്കെച്ച് ഇട്ടിട്ടുണ്ട്. 2800-ൽ പരം ആളുകൾ, ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത 2800-ൽ പരം ആളുകൾ പലതരം ക്രിമിനൽ കേസുകളിലും റേപ്പ് കേസുകളിലും രാജ്യവിരുദ്ധ കേസുകളിലും പ്രതികളായിരുന്നു എന്ന ഡാറ്റയൊക്കെ പുറത്തു വരുന്നുണ്ട്. അവർക്കുള്ള സമ്മാനപ്പൊതികൾ നല്ല വൃത്തിക്ക് തന്നെ അതത് സ്റ്റേറ്റുകൾ കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ നിന്ന് മാത്രം അങ്ങനെ പ്രത്യേകിച്ച് നല്ല നല്ല തീരുമാനങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. അതിന് സെൻട്രൽ ഫോഴ്സസ് തന്നെ ചിലപ്പോൾ വരേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ നിൽക്കലാണല്ലോ വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യം. എനിവേസ് അങ്ങനത്തെ ഒരു സംഗതി അതിനുള്ളിൽ ശരിക്കും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത പിള്ളേർക്ക് ഒഴികെ ഇങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ പറക്കി തൂക്കിയിടേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ്. അത് നല്ല വൃത്തിക്ക് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കൊക്കെയാണ് നല്ല ദുഃഖമുള്ളത്. കാരണം ഈ പ്രൊട്ടസ്റ്റ് പെട്ടെന്ന് നിന്നുപോയല്ലോ. നേപ്പാളോ ബംഗ്ലാദേശോ ഒന്നും ആവർത്തിക്കാൻ പറ്റിയില്ലല്ലോ. അതിൽ നല്ല സങ്കടം അവർക്കുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ അടുത്ത കോപ്പുകൂട്ടലുകൾ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം, ഒരു മനുഷ്യനുണ്ടല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്, ജോർജ് സോറസ്. അയാളൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ വീഴ്ത്താൻ അയാൾ ആഗ്രഹിക്കുന്നു എന്ന്. അവരുടെയൊക്കെ ഫണ്ടിങ് ഇവിടെ വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നും വേണ്ട. അതുവരെ തല പൊക്കാണ്ടിരുന്ന ചില ടീമുകളൊക്കെ കുറ്റിയും പറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഡൽഹി പ്രൊട്ടസ്റ്റിലോട്ട് പോയ കാഴ്ചകളൊക്കെ നിങ്ങളും കണ്ടതാണല്ലോ. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലെ ആ ഒരു കാര്യം കൂടെ നിങ്ങളെല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ ഒരു CJP പ്രൊട്ടസ്റ്റിന്റെ ലീഡേഴ്സിന്റെ ചില ആക്ടിവിറ്റീസ്, ഈ പ്രൊട്ടസ്റ്റ് ജയിച്ചു എന്നും പറഞ്ഞിട്ട് അതിന്റെ വിജയാഘോഷമായിട്ട് ഇവര് ആഫ്റ്റർ പാർട്ടിയൊക്കെ നടത്തിയിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ കണ്ടു കാണും. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലേ, എന്താ അതിന് പറയാം. ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇത്രയും നാൾ ഇവരെന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് 21 കുട്ടികൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യമാണിത്, അതിനെതിരെ എത്രയും പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവണം, നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര സീരിയസ് പ്രശ്നങ്ങളാണ് ഇവർ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റ് വിജയിച്ചു എന്നാണ് ഇവർ കരുതുന്ന സമയത്ത് ഇവരെന്താ ചെയ്തത്, ഇവർ ആഫ്റ്റർ പാർട്ടി നടത്തി ഡാൻസും പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്നു. ഇങ്ങനെയാണോ ഈ ഒരു സ്റ്റേജിൽ മെച്ചുവേർഡായിട്ട് പെരുമാറേണ്ടത് എന്ന് ഇവരോട് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കോമൺ സെൻസ് ആണ്. നമ്മൾ എന്തിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തു, എന്ത് കാര്യത്തിൽ നമ്മൾ വിജയിച്ചതിൻ്റെ ആഘോഷം കുറെ കൂടി ആളുകളിലോട്ട് എത്തുന്ന തരത്തിൽ കുറെ കൂടെ സ്മാർട്ടായിട്ട് ഇവർക്ക് ആഘോഷിക്കാമായിരുന്നു എന്ന കാര്യമൊക്കെ ഇവർ മറന്നുപോയി. അതാണ് അതിലത്തെ ഒരു കോമഡി. അതായത് വളരെ ഇമ്മെച്ചുവേർഡ് ആയിട്ടുള്ള ഇവരുടെ ആരുടെയും താല്പര്യങ്ങൾ വളരെ നല്ലതല്ല എന്ന് തെളിയിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇതൊക്കെ. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്കെതിരെ ആക്ഷൻസ് ഉണ്ടാവില്ല, എന്നാൽ പ്രൊട്ടസ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായ ഈ കൊടും ക്രിമിനലുകൾക്കെതിരെ ആക്ഷൻസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ആക്ഷൻസ് എടുക്കാനായിട്ട് ഉള്ളൊരു കാര്യം സുപ്രീം കോടതി ഏർജ് ചെയ്ത സമയത്ത് സുപ്രീം കോടതിയുടെ ഈ ഒരു നിലപാടിനെ സ്വീകരിക്കില്ലെന്നൊക്കെയാണ് ഈ സൗരവ് ദാസ് എന്നൊക്കെ പറയുന്ന ചങ്ങാതി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഈ ഇന്ത്യയിലത്തെ നിയമങ്ങളെ കുറിച്ചിട്ടോ ഇന്ത്യയിലത്തെ സുപ്രീം പവറിനെ കുറിച്ചിട്ടോ വലിയ ധാരണയൊന്നും ഇല്ലെന്നാണ് തോന്നണേ. അതല്ല, എന്തിനേയും ഏതിനേയും വെല്ലുവിളിക്കുക, എന്തിനേയും ഏതിനേയും അട്ടിമറിക്കുക, അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് അതിന് പറ്റും എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇവർക്കുള്ളത് എന്ന കാര്യം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ നന്നായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു സംഗതി. ഇനി പേർളി മാണിയെ പോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. ഞാൻ ആക്ച്വലി ഇവരുടെ വീഡിയോസ് കാണാറുള്ളൊരു വ്യക്തി ഇൻ ദ സെൻസ്
ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇവരുടെ എല്ലാ വീഡിയോസും കുത്തിയിരുന്ന് കാണുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. പലപ്പോഴൊക്കെ നമ്മുടെ ഫീഡിൽ ഇവരുടെ വീഡിയോസോ ഷോർട്സോ വരുമ്പോൾ ഞാൻ കാണാറുണ്ടായിരുന്നു. ബിക്കോസ് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയണം, ഷീസ് എ വെരി ഗുഡ് എൻ്റർടൈനർ. അത് ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ഒരു രസമാണ് അവരുടെ വീഡിയോസ് കണ്ടിരിക്കാൻ. കുറച്ച് ലൈറ്റ് ഹേർട്ടഡ് ആയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് അവരുടേത്. അപ്പം അങ്ങനെ കാണാറുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവരോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമോ അല്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ഒരു ഭയങ്കര ഫാനോ ഒന്നും ആയിരുന്നില്ല ഞാൻ. പക്ഷേ ചില പ്രത്യേകതരം ബുള്ളിങ് അവർക്ക് നേരെ ഉണ്ടായ സമയത്ത് എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കണ്ടേക്കാം എന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. കാരണം പേർളി മാണി ചെയ്തത് ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് പുള്ളിക്കാരത്തിയുടെ നിലപാടെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. രാജ്യത്തിന്റെ ഒപ്പം നിന്നു എന്നല്ലാതെ അവർ പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടീനെയോ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതായത് ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ട്, ഒരു ലെഫ്റ്റ് ലിബറൽ വോക്ക്, അതിൻ്റെ ഉള്ളിൽ കൂടെ മത തീവ്രവാദം, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിജീവികളാണ്, ഞങ്ങളുടെ അത്ര ബുദ്ധി വേറെ ആർക്കും ഇല്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ പറയുന്ന കുറേയധികം യൂട്യൂബേഴ്സും ഇവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോടൊക്കെ പരമ പുച്ഛമാണ് തോന്നുന്നത്. ഇവരെല്ലാവരും കൂടിയിട്ട് ഇവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞതിന് പേർളി മാണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നൊക്കെ 4 നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർ ഒരാൾ ഇവരുടേതിന് വിപരീതമായിട്ട് ഉള്ള ഒരു അഭിപ്രായം സ്വമേധയാ പങ്കുവെച്ചപ്പം ആ അഭിപ്രായത്തിന്റെ പേരിൽ അവരെ ബുള്ളി ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, പേർളി മാണി എന്ന് പറയുന്ന വ്യക്തിക്ക് അവരൊരു എൻ്റർടൈനറാണ്. അതിനേക്കാട്ടിലും ഉപരി ഇപ്പം ഞാൻ അവരെ കാണുന്നത് ഇന്ത്യയിലെ ഒരു പക്വമതിയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ തീരുമാനമെടുത്ത ഒരു 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 പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ 100% സപ്പോർട്ടും അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. രാജ്യത്തിനോട് ഇഷ്ടമുള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ രാജ്യത്തിനെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവരുടെ സർവൈവൽ നമുക്കും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞ സ്പേസ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഭാവി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പേർളി മാണി നേരിടുന്ന ഈ ഒരു ബുള്ളിയും കാലാകാലങ്ങളായിട്ട് പല ആൾക്കാരും, നമ്മൾ അവരുടെ അത്ര ഫേമസ് അല്ലെന്നേ ഉള്ളൂ, പല ആൾക്കാരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ, നാഷണലിസ്റ്റിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പം നമ്മളെ വിളിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. വിച്ച് ഇസ് ചാണകം, സംഗി, പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട്. അതൊക്കെ അവർ വിളിച്ചുകൊണ്ടിരിക്കും. സോ നെവർ മൈൻഡ് എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. രാജ്യമാണ് വലുത്. ഈ രാജ്യം ഇവിടെ നിലനിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പണ്ട് അടൽ ബിഹാരി വാജ്പേയി ഒക്കെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റുകളൊക്കെ വരും പോവുകയും ചെയ്യും. ചില പാർട്ടികൾ സസ്റ്റെയിൻ ചെയ്യും, ചില പാർട്ടികൾ നശിക്കും. ഇതൊക്കെ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ രാജ്യം നിലനിൽക്കേണ്ടത്, രാജ്യത്ത് താമസിക്കണം, ഇവിടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്ന, ഇത് ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ആഗ്രഹമാണ്. അപ്പം രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാത്തവരെ നമ്മളും അതേ രീതിയിൽ തന്നെ തിരിച്ച് പെരുമാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പേർളി മാണിയെ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ഈ ഒരു സമയത്തിൻ്റെ ആവശ്യമാണ്. ആൻഡ് ഇവരെയൊക്കെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില യൂട്യൂബേഴ്സ് നിങ്ങളുടെ തലയ്ക്കകത്തുള്ള ആ ഒരു വോക്ക് സാധനം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഈ വോക്കുകൾ നാളെ ഈ രാജ്യത്തിൽ അരാജകത്വം സൃഷ്ടിച്ചാൽ നിങ്ങളെ തന്നെ നിലനിൽപ്പിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ചിന്തിക്കാനൊന്നും നിങ്ങൾ പോകുന്നില്ല. നിങ്ങളുടെയൊക്കെ ബ്രെയിൻ ഓൾറെഡി ബ്രെയിൻ വാഷ്ഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അനുഭവിക്കുമ്പോഴേ പഠിക്കുമോ നമുക്കറിയാം. പക്ഷെ നിങ്ങൾ അനുഭവിക്കണം എന്ന് നമുക്ക് പറയാനും പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന കൂട്ടത്തിൽ ബാക്കി ഈ നാട്ടിലത്തെ സാധാരണ ജനങ്ങളും രാജ്യത്തിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ അനുഭവിക്കണ്ടേ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ തലയ്ക്കകത്ത് കുറച്ച് വെളിച്ചം വന്നിട്ട് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇടവരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു എലക്റ്റഡ് ഗവൺമെൻറ്റിനെ അങ്ങനെ അങ്ങോട്ട് അട്ടിമറിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അട്ടിമറിക്കാൻ പറ്റുന്ന പല രാജ്യങ്ങളും നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് പറ്റിയൊരു മണ്ണല്ല ഇത്. ഇവിടെ രാജ്യദ്രോഹികളെക്കാട്ടിലും കൂടുതൽ ഇപ്പോഴും രാജ്യസ്നേഹികൾ തന്നെയുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.